Hi friends. Hi. Hello, my dear friends. Krishna Kumar, hi. Dilip, add me. Feroz, hello. Vijay Singh, hi. Udayan, Raja, good. Govinda Raja. Rajesh, Krishnamurthy, hi. Anita, Krishna Kumar, I follow you. പൊന്നുമ്മ, ഭാഗ്യരാജ്, ശ്രീജിത്ത്, ജോയിൻ മീ മാം ഓൺ ലൈവ്, വിനീത് കണ്ണൻ, ദിലീപ്. സുഖമല്ല എല്ലാവർക്കും? ശ്രീജിത്ത് സുഖം. കൃഷ്ണകുമാർ, ഹാപ്പി സൺഡേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഉദയൻ, ഗോപാൽ, ഹായ്. മൻസൂർ, ഹായ്. ആദികാല, കൃഷ്ണമൂർത്തി, ഗുഡ് ആഫ്റ്റർനൂൺ. മൻസൂർ, ഹായ്. ശ്രീനിവാസൻ, ഹായ് മാഡം. ഹായ്. ദിലീപ്, ആഡമി എന്ന് പറയുന്നുണ്ട്, മനസ്സിലാവുന്നില്ല കേട്ടോ. സേ ഹായ്. വിജയ് കുമാർ, ഹായ്. പളനികുമാർ, സുഖമായിരിക്കുന്നു. ശ്രീജിത്ത് ഏട്ടന് സുഖമല്ലേ? പളനി, പ്രിയ, വാ സമ നോ ഹോം ലുക്ക്. വിനീത് കണ്ണൻ, ഭാഗ്യരാജ്, കൃഷ്ണമൂർത്തി. ഫുഡ് കഴിച്ചു കേട്ടാ. സാരി സൂപ്പർ, താങ്ക് യു. സാരി നന്നായിട്ടുണ്ടാ? ഇത് ഞാൻ ഉടുക്കുന്നതാണ് എപ്പോഴും, പക്ഷെ ബ്ലൗസ് വേറെ ആയിരുന്നു. ഇപ്പം ഇതിന് മാച്ചായിട്ടുള്ളൊരു ബ്ലൗസാണത്. ഇതിൻ്റെ ബ്ലൗസ് തന്നെയാണ്, അപ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാകും. ഹൈ ജയേട്ടൻ ഫസ്റ്റോ? എനിക്ക് വയ്യ. നമസ്കാരം. ആരും സുഖമല്ല ഏട്ടാ? ബാബു കുട്ടി, സ്നേഹം, സുഖം. അന്നമ്മോ കൃത്യനിഷ്ഠ ഇല്ലാതായിരിക്കുന്നു. സമയം 2:25. എന്തേ ഇത്ര നേരം വൈകിയത്? ഒന്നുമില്ല, കുട്ടികള് മക്കള് ആയിട്ട്. മുടി സൂപ്പർ, താങ്ക് യു ശ്രീജിത്ത് ഏട്ടാ. ഇനി ഇത് കണ്ണൻ, പുഷ്പരാജ്, ഹായ് കുട്ടി. സുഖമല്ലേ? അപ്പോൾ രാധേട്ടൻ ഭക്ഷണം കഴിച്ചോ? ജയേട്ടാ ഭക്ഷണം കഴിച്ചേട്ടാ? ഞായറാഴ്ച ആയിട്ട് ഇന്ന് വർക്കിലാണോ ഏട്ടാ? യുവരാജ്, യുവറിലെ റിയലി ബ്യൂട്ടിഫുൾ, താങ്ക് യു. ഹായ് ആൻറ്റി, ഹായ് തമ്പി. രാജ, സോ ബ്യൂട്ടിഫുൾ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോടാ കുട്ടി? കഴിച്ചു ഏട്ടാ, ചോറൊക്കെ കഴിച്ചു. ഗോവിന്ദൻ, രഞ്ജിത്ത്, ബാബു സുഖമായിരിക്കുന്നു ഏട്ടാ? സുഖമായിരിക്കുന്നു. നെക്സ്റ്റ് ലൈവില് ഗ്രീൻ സാരി വരുമോ? രാജേഷ് കുട്ടൻ, ഓക്കെ ഏട്ടാ വരാട്ടോ. എന്തായാലും ഈ ലൈവ് കഴിയട്ടെ, എന്നിട്ട് അടുത്ത ലൈവ്. പ്രവീൺ, സാരി സൂപ്പർ, താങ്ക് യു. മല്ലികപ്പൂ മുട്ടക്കണ്ണ പാക്കരതാ, മുട്ടക്കണ്ണ മല്ലികപ്പൂ മുട്ടച്ചൊല്ലി കൂപ്പിരതോ, നീ കാവലുക്കും മറ്റും ഇല്ലയാ. അനിത, രവിയേട്ട എന്താ ഇന്നലെ വന്നില്ല? ജയൻ, ശക്തി, സൂപ്പർ. കുമാരേട്ടാ, ഹായ്. എന്നോട് പറ ഐ ലവ് യു എന്ന്. ഇത്ര ദിവസം എവിടെയായിരുന്നു ഏട്ടാ? അനിൽകുമാരേട്ടാ, ഫ്രണ്ട്സ് അല്ലേ? അനിത, ഞാൻ ഫ്രണ്ട്സ് അല്ലേ? അതേ ഏട്ടാ, രവിയേട്ടാ. ഞാൻ ഇന്നലെ എത്ര തിരക്കി അറിയോ? ഹാസ്റ്റലിൽ സൂപ്പർ. ഇന്നലത്തെ ലൈവ് കാണി നോക്കി. മാധവേശ്വരൻ, അനുക്കുട്ടി ഫുഡ് കഴിക്കാൻ വന്നതാ. എന്താണ് ഫസ്റ്റ്? എനിക്ക് മനസ്സിലായില്ല. അതാ നമ്മുടെ ഫ്രണ്ട്സുമാരിലെ ഫസ്റ്റ് വന്നോന്ന് പറയാ. അല്ലെങ്കിൽ ഫസ്റ്റ് രാധേട്ടനോ അല്ലെങ്കിൽ വേറെ അങ്ങനെ അവരാരും കണ്ടില്ല. ഏട്ടനാണ് കണ്ടത്, അതുകൊണ്ട്. കൃഷ്ണമൂർത്തി, ടുഡേ ഗുഡ് ലുക്കിംഗ്. സാരി കൊടുത്ത് ലേറ്റായി. അയ്യോ, ബിനീഷേട്ടൻ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഹലോ,
എന്താണ്? ഹലോ, നീ ഒരു ഈ ലൈവ് കഴിഞ്ഞ് ഞാനും അനതിയും നാട് വിടും. യു റിയലി ബ്യൂട്ടിഫുൾ യുവരാജ്. സൂപ്പർ. സുരേഷ് ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണം കഴിച്ചോ? സ്പെഷ്യൽ എന്താ? സുരേഷ് ഏട്ടൻ എന്തെന്നല്ല രാത്രി വന്നില്ല? വിജയേട്ടൻ ഞാൻ കഴിച്ചു, ഭക്ഷണം കഴിച്ചു. സ്വാതിനേട്ടാ വന്നില്ല. സ്വാതിനേട്ടനെ പോലെ തോന്നി. തിരക്കിയോ? തിരക്കേട്ടാ. രാധാകൃഷ്ണൻ രാധ പ്രകാശ് ലവ് യു. ബിജു സൂപ്പർ ഹിന്ദി. சரிண்ணா. விஜி செந்தில்குமார் ஹாய் அனி. சாப்பிட்டீங்களா? சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? இன்னைக்கு சண்டே ஸ்பெஷல் என்னங்க எல்லாருக்கும்? ജോൺ ബ്യൂട്ടിഫുൾ മാഡം. ശരിയായി ഫോൺ? ശരിയായി രവിയേട്ടാ, ശരിയായി. ഉദയ രാധേട്ടാ ചിരിക്കുന്നു. എന്നിട്ട് പറയും ഫ്രണ്ട്സേ. എന്തൊന്നും ഉണ്ടാത്ത കമല എന്താ? ചെറിയ കമല എന്നാലും ജീവിക്കുക അല്ലേ? കൊള്ളൂല. എന്താണ് ചോറ് കഴിച്ചേട്ടാ? കഴിച്ചു കേട്ടാ. എല്ലാവർക്കും ഹായ്. ശ്രീരാമൻ കെ ഐ ലവ് യു. കൃഷ്ണമൂർത്തി ടുഡേ വാട്ട് ഈസ് ലഞ്ച്? സാപ്പാട് മീൽസ് താങ്ങ. വിജയൻ വെരി ബ്യൂട്ടിഫുൾ. ബിജു സൂപ്പർ അല്ല സൂപ്പർ. ഒരു റിപ്ലൈ തന്നൂടാ മാഡം? ദീപക്ക പേര് വായിച്ചില്ല കേട്ടോ. ദിലീപ് ഏട്ടാ, ദിലീപ് റിപ്ലൈ തന്നിരിക്കണം. വാ സമ ഹായ് ബിനീഷ്. നമസ്കാരം. നമസ്കാരം. ഞാൻ പോവുക. അതെന്താ ബിനീഷ് ഏട്ടാ ഞാൻ പോവാ പറയുന്നത്? ബാബു ഗുഡ് ആഫ്റ്റർനൂൺ. അനിത ചെല്ലോ. സുഖമല്ലേ? സുഖമായിരിക്കുന്നു. എന്താ പോണേ? സൺഡേ ഫുഡ് എന്താണ്? ഫുഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഏട്ടാ. മുട്ടക്കറി, ചോറ്, രസം. കുഞ്ഞുങ്ങൾ എന്ത് കളിക്കാൻ പോയി ഏട്ടാ? ഷോ ഡേ എങ്ങടാ പോരേണ്ടേ? ടൺ 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 ടൺ. മൂന്നോളം മല്ലികപ്പൂ സെന്തിൽകുമാർ ഹായ് അനി. സമയം ചെല്ലാം. ലുക്കിംഗ് സൂപ്പർ. താങ്ക് യു. മുട്ടക്കണ്ണ പാക്കരുത് നീ കാവലക്കും മറ്റുമില്ലയാ. ഇനി ഫുഡ് കഴിച്ചോടാ? കഴിച്ചു കേട്ടാ. മണി ഹായ് മാഡം, ഹൗ ആർ യു? ഫൈൻ മണി. എങ്ങ് പോണീങ്ങ? പ്രകാശ് എന്ത് പറയുന്നു? സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. നല്ല സൺഡേ സ്പെഷ്യൽ സാരി സൂപ്പർ. താങ്ക് യു. അന്നമ്മോ കാണണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വന്നു കണ്ടോട്ടെ. എപ്പോ? സുമേഷ് സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അജീഷ് ഹായ്. പോവാ. എവിടേക്ക് പോകുന്നു? ഇരിക്കേട്ടാ. സുരേഷ് കുമാർ രാജേഷ് ഹായ്. ഇന്ന് ഞായറാഴ്ചയല്ലേ? വേർ ആർ യു ഫ്രം? കേരള. സുരേഷ് ലവ് യു. ശിവ ദുർഗ രാജ് തെലുങ്കു. ഗോപാല ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ അനിത. ഗോപാലേട്ടാ സുഖല്ലേ? ദിലീപ് കൃഷ്ണ ഹായ്. ഉണ്ണി ഹായ്. ഉണ്ണിയേട്ടാ ഹായ്. സുരേഷ് കുമാർ, കൃഷ്ണമൂർത്തി, ബാബു, ജയകുമാർ. மணி எனக்கு இப்போதான் നോട്ടിഫിക്കേഷൻ വന്നത്. അയ്യോ என்ன ലേറ്റാ വരുത്? എന്നാ പിന്നെ JCB കൊണ്ടുപോകാം. അതെ. സാപ്പിട്ടീங்களா സ്വീറ്റ് ഹാർട്ട്? സാപ്പിട്ടീங்க താടിക്കാരൻ ഹായ്. ശ്രീധരൻ ആണോ? ഈശ്വരനാ? സുരേഷ് കുമാർ, സെന്തിൽകുമാർ അതൊക്കെ ഓക്കെ. വീട്ടില് വെരി നൈസ്. ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ. എപ്പോൾ ഇവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല. വന്ന് കണ്ടോട്ടെ. എൻ്റെ രാധേട്ടാ വയ്യ. കണ്ടോളെ. അയ്യോ അങ്ങനെ ഇല്ല കേട്ടോ എന്നാ പറയുന്നത് താടിക്കാര്. സാരി
എന്താ ഇന്ന് സാരി ചുമ്മാ 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 ചുമ്മാ. അനിൽകുമാർ ചേട്ടാ ഒരു JCB കൂടി പോകൂ മണൽ വാരാൻ പോവാൻ. അനീഷ് രാജൻ ഹായ് അനിത. എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ചേച്ചിനെ. നടക്കട്ടെ. എന്തായാലും ഈ വർഷത്തെ മോശം തമാശയായി കൂട്ടാം. ഏത് ലൈവ് കാണുന്ന ആരെങ്കിലും വന്നോ? ഞാൻ അനിതയുടെ വീടും രാജസ്ഥാൻ. എന്താ പറയുന്നത്? ഇതെവിടെ മൊട്ടി വിളിച്ചു? എനിക്കറിയില്ല ഈ മെസ്സേജ് എവിടെ വന്നതാണെന്ന്. ശ്രീനാഥ് എന്നാ ഉണ്ട്? സുഖമായിരിക്കുന്നു കേട്ടാ. ഓക്കെ അനിത, முன்னாடி நோட்டிஃபிகேஷன் வரல, இப்போ லேட்டா வருது, நெக்ஸ்ட் சரி ஆயிடும். അതെ മണി എന്നാ സാപ്പിങ് സ്പെഷ്യലാ? എന്താണ് അനിത സാരി നല്ല കളറ് നിന്നെ നന്നായിട്ടുണ്ട് അല്ലേ? ശരി ഏട്ടാ സാരി നല്ല വില കൂടിയ സാരിയാണ് കേട്ടോ. ഇത് സാരിയിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരിയാണിത്. എത്രയാന്ന് ചോദിക്ക്, ഞാൻ പറഞ്ഞോളാം. 700. സുരേഷ് ഈ സാരിക്ക് 700 എന്നൊക്കെ പറയും, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സാരിന്റെ. പരസ്യമല്ല, സാരിയെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നല്ല കളർ എന്ന് പറഞ്ഞപ്പോൾ സാരിനെ കുറിച്ച് ഒന്ന് എടുത്ത് പറയാന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. നല്ല എന്താ പറയാ, കണമൊന്നുമില്ല. എന്താ പറയാ, കുറച്ച് റേറ്റ് കമ്മിയായി വന്നാൽ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂടുമ്പോൾ അതിന്റെ അറിയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ വാക്ക് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്റെ എന്ന് പറഞ്ഞത് ബാക്കി പറയുന്നില്ല. എന്റെ എന്ന് പറഞ്ഞത് എന്ത് കേട്ടാ? മണിമാരൻ ശിവട്ടൻ സുന്ദരി പെണ്ണെ. അയ്യോടാ പെണ്ണെ, ചേട്ടൻ അങ്ങനെ പറയില്ല, ഞാൻ പറയും. എല്ലാവരുമായി സഹകരിക്കുന്ന ഒരു നല്ല ഒരു കുട്ടിയാണ്. സങ്കടങ്ങളെ മനസ്സിൽ ഒതുക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഒരു പൊട്ടിപ്പെണ്ണ്. ശിവേട്ട നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ചേച്ചിനെ. പോട്ടെ, സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തൊക്കെയോ നിറയെ മെസ്സേജുകൾ വരുന്നു കേട്ടാ. ഒക്കെ ഞാൻ എന്തിയുടെ നമ്പർ ഫേസ്ബുക്കിൽ കണ്ടു. ഏട്ടാ എന്റെ നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടില്ല ഏട്ടാ. ഇല്ല ഏട്ടാ, ഫേക്ക് ഐ ഡി ആണ് കേട്ടാ. പോളിസ്റ്റാർ ആണ്. താങ്ക് യു ഏട്ടാ, രവി ഏട്ടാ, താങ്ക് യു. അനിത ഈ ആഴ്ച എനിക്ക് മാത്രമേ ചാൻസ് ഉണ്ട്. അനിത ഒന്ന് വിളിച്ചാൽ വരും. എന്താ പറയുന്നത്? ഡാനിക്കുട്ടി ഇജ്ജ് ഞാൻ പറഞ്ഞത് ചെയ്യാഞ്ഞത് എന്താണ് ഏട്ടാ? പറയേട്ടാ, എനിക്ക് മനസ്സിലായി. റീൽസില് കട എത്ര ഉണ്ട് ഏട്ടാ? മൂഡ് അപ്സെറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണെന്ന് മനസ്സിലായേ. സാജനേട്ടാ നോക്കി, സാജനേട്ടാ രാവിലെയും വൈകുന്നേരത്തും ഡെയിലി 2 നേരം ചോദിക്കുന്ന ഒരു ഏട്ടനാണത്. എത്ര കടമുണ്ട്. കടമില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് പറഞ്ഞ പോലെ. അനീഷ് മോൻ ബ്ലോക്ക്. എവിടെ അനീഷ് മോൻ? എവിടെ പോയി? കാണുന്നില്ലല്ലോ. എമൗണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടോ? അഷ്റഫേട്ടോ, ഇവിടെ വെക്കാനും സ്ഥലമില്ല, എന്താ ചെയ്യാ? വീട്ടില് വെക്കാൻ സ്ഥലമില്ല അഷ്റഫേട്ടാ. ഇതിൽ പൈസ കിട്ടിയിട്ട് ദൈവത്തിന് പൊതുവെ ഞാൻ പറയാലോ കേട്ടാ, അതിന്ന് എന്താ പറയാ, അങ്ങൊന്നും കിട്ടുന്നില്ല. കുറച്ച് സാരി സൂപ്പർ. ലക്ഷ്മണൻ உங்களுக்கு பிடிச்ச அந்த ஃபுட்டு வேணும். மணி என்ன ஃபுட்டு சாப்பிட்டீங்க சொல்லுங்க. ശരി മോളെ ഊണ് കഴിച്ചോ? സജിയേട്ടാ കഴിച്ചു കേട്ടാ. സത്യ കുറേ മൂഡ് ഓഫ് ആയിടാ ഞാൻ. എന്തിനാണ് ഏട്ടാ മൂഡ് ഓഫ് ചെയ്യണേട്ടാ? കൂന്തല സൂപ്പർ. അങ്ങനെയൊന്നും മൂഡ് ഓഫ് ആകരുതേട്ടാ. ഞാൻ പോവുക, മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല. ഓക്കെ. അയ്യോ ഇല്ല, കുറെ മെസ്സേജുകൾ മോളിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം കേട്ടാ, സ്പീഡായിട്ട്. അതുകൊണ്ടാട്ടാ എല്ലാവരും ഒന്ന് മെല്ലെ. മുനിയസ്വാമി ഹായ്. അനി സാപ്പിട്ടാച്ച. ഇന്ന് ചന്ദന ഭഗവതി വേല അനിക്കുട്ടി. അതെല്ലേ? വല്ലതും അറിഞ്ഞോ? ഇല്ല ഏട്ടാ. ഓക്കെ മാം. ഫ്രെഡോ സുരേഷ് ചേട്ടൻ എന്താ? ഞാൻ തിരക്കിയിരുന്നു. ശരി സൂപ്പർ, താങ്ക് യു ഏട്ടാ, താങ്ക് യു.
நான் உன்னை காதலிக்கிறேன். நான் உன்னை காதலிக்கிறேன். ஆல் ஃப்ரெண்ட்ஸ். ஓகே, உங்கள் ஃபேவரட் த்ரீ சரி சூப்பர் 3 4 ടെൽ മീ. ഇംഗ്ലീഷൊന്നും വേണ്ട വിനീഷ്, ഞാനും പോവുക. അതാ ഞാൻ ഈ ആഴ്ച അവിടെ വരുന്നു എന്ന് പറഞ്ഞത് മറന്നോ? കാണണമെങ്കിൽ അനിതയുടെ നമ്പർ തരണം. അതാ അങ്ങനെയാണല്ലേ. നോട്ടോ ഓണാക്കാൻ ഇട്ടിരിക്കുവാണ്. നോട്ടൊക്കെ ഉണങ്ങാൻ ഇട്ടിരിക്കുകയാണ്. ആണോ അനിത? അത് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. വെക്കാൻ സ്ഥലമില്ലാതെ വയ്യടപ്പ. മാരിയപ്പൻ, എൻ്റെ രാധേട്ടാ ഇത് യഥാർത്ഥത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? രാധേട്ടാ എനിക്ക് വയ്യ. യഥാർത്ഥമായിട്ടല്ല ഞാൻ സംസാരിക്കണേട്ടാ. പളനി പ്രിയ വാട്സപ്പ് നമ്പർ സൊല്ലുമ്മ. അയ്യോ, പിന്നെ മാസങ്ങളും കൊല്ലങ്ങളും കയറും തോറും ചെറിയ കുട്ടിയായി വരുവാണല്ലോ അഷ്റഫേട്ടൻ. എപ്പോഴാണ് എന്നെ? പോണ വർഷം നിങ്ങൾ കണ്ടോ ഏട്ടാ എന്നെ? ഈ വർഷമല്ലേ കണ്ടത്? ഇപ്പൊ തന്നെ അല്ലേ എന്നെ കാണാൻ തുടങ്ങിയത്, വർഷങ്ങളൊന്നും ആയിട്ടില്ല. നമ്മളിനിതാ ഇപ്പൊ എന്താണ്, വയസ്സൊക്കെ ആയി. എന്തോ വിശേഷം? നല്ല വിശേഷം. ഇവന് എല്ലാത്തിനുമാണ് എന്ന് വയ്ക്കുന്നത്. ഇവൻ എല്ലാത്തിനും എന്ന് വയ്ക്കുന്നത്. എന്താ പറയണത്? കൃഷ്ണദാസ്, ഹലോ ഹായ്, പ്ലീസ് ടെൽ മീ. ഇന്ന് അമ്പിളിയുടെ അടുത്ത് പോയോടാ? ഇല്ല ഏട്ടാ. എന്താട്ടാ ഇങ്ങനെ ചൂടെടുക്കണോ? അല്ലാണ്ട് ചൂടെടുക്കണു കേട്ടോളേ. എന്താ ഇവിടെ ഭയങ്കര വെയില, പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. എവിടെയാ ഏട്ടാ? വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചൂടാ. ഹായ്. ഉങ്ക 3 4 நம்பர் இல்லையா? என்ன சொல்றீங்க என்ன சொல்றீங்க மணி? ജയ് ലൈക്ക് യു സിജി, അടിപൊളി. എന്തെങ്കിലും എൻ്റെ കല്യാണം മറക്കരുത്. എൻ്റെ കല്യാണത്തിന് എല്ലാവരും ക്ഷണിക്കണം. ഗ്രൂപ്പിലേക്ക് ഏകദേശം ആൾക്കാരൊക്കെ ക്ഷണിക്കണം. അഷ്റഫേട്ടൻ ക്ഷണിക്കിട്ടോളൂ. എപ്പോഴാണ് കല്യാണം? അത് പറയേ. ഇവിടെയാണെന്നല്ലേ പറഞ്ഞ കല്യാണം? ഇവിടെ ഏതോ മണ്ഡപത്തിലാണെന്നല്ലേ പറഞ്ഞ ഏട്ടാ? കൊട്ടക്കാട് നല്ല ചൂട് ഉണ്ട് അല്ലേ ജ്യോതിഷേട്ടാ? ഓക്കെ ഏട്ടാ. ഇവിടെ ഞാനിപ്പോ കോയമ്പത്തൂര് നല്ല ചൂടാണ് ഏട്ടാ, സഹിക്കുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ? ഹായ്. കുഴപ്പമൊന്നുമില്ലല്ലേ? എന്തോ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നു. ഹലോ, ഒരു വലിവുണ്ടോ? വലിവുണ്ടോ? ഇല്ല. ശരി ഓക്കെ. അല്ല എനിക്കങ്ങനെ തോന്നും പോലെ. അന്നമ്മോ, ഞാൻ ലൈവിൽ വരാൻ തുടങ്ങിയിട്ട് എത്രയായി? എന്നെ അറിയാമോ? ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ജയപ്രകാശ് ഡ്രസ്സ് സൂപ്പർ എന്നൊക്കെ പറയുന്നു. കുറേ മെസ്സേജുകൾ വായിക്കാതെ പോകുന്നല്ലോ ഭഗവാനെ. അനിതയെ കാണാൻ നല്ല രസമുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. ഞാൻ പറയുന്നു ഒരു രസവുമില്ല എന്ന്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് അനിതയ്ക്ക് ടെൻഷനായോ? എന്തിന്? എനിക്ക് ടെൻഷൻ ഒന്നും. ഞാനൊരു സാധാരണ വീട്ടമ്മയല്ലേ ഏട്ടാ. നമ്മൾക്ക് ഉള്ളതെല്ലാം ഉണ്ടാവുള്ളൂ, ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറയാട്ടാ ഇരിക്കി. ജ്യൂസ് അടിക്കുന്നത് തിരക്കിലാണ്. ഇപ്പോൾ നല്ല സീസണാണ്. തിരുവനന്തപുരം ഭയങ്കര ചൂട് ഇതല്ലേ. എന്തൊക്കെ ജ്യൂസ് ഉണ്ട് കേട്ടോ? എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് കിട്ടുമോ? രാജേഷ് ഹായ്. പുറത്ത് നല്ല ചൂടാണ്. അതെ ഏട്ടാ. ശോകൻ കഴിച്ചു.
ഇയാള് റീൽസ് സൂപ്പർ. താങ്ക് യു രാജേഷ് ഏട്ടാ. ഗഫൂരേട്ടാ ഹായ്. ഓക്കെ മാഡം ആപ്കാ നാം ക്യാ? താങ്ക് യു. ജംഷീർ പൈസ വല്ലതും തന്നോ അനിതേ? എത്ര കടമുണ്ട് എന്ന് ചോദിക്കുന്നു, പിന്നെ പോകും. ഞാൻ എന്നെ ഒരു 4/5 തവണ കടത്തിന്റെ അമൗണ്ട് പറഞ്ഞു. ഇനി പറയണ്ട കേട്ടാ, വിടിയേട്ടാ. ലീവില്ല, ചെറിയ ശ്വാസം മുട്ടലുണ്ട്. ലീവില്ല, ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട്. മണികണ്ഠൻ ആർക്ക്? അനിതയ്ക്കോ? இன்னைக்கோ நான் ஃபுட்டு கொடுக்குறேன். அனிதா சொல்லுங்க, என்ன ஃபுட்டு வேணும்? எனக்கா മട്ടൻ ബിരിയാണി. കേൾക്കുമ്പോൾ വലിയതൊരു സവർ കേൾക്കണം. രാജു രാജ. സെന്തിൽകുമാർ അനി ടുഡേ വീട്ടില് ഫിഷ് കുളമ്പ് ഇല്ല ഫിഷ് കുളമ്പൊന്നും ഇല്ല സെന്തൽ. സാപ്പാട് താങ്ങ ഡ്രസ് മുട്ട കുളമ്പ്. തമാശ പറഞ്ഞതാണ് അനിത. ഗോപാലിനേട്ടാ വിടിയേട്ടാ, അതിൽ പിടിച്ചിട്ട് അതൊന്നും ഞാൻ കണക്കാക്കിയിട്ടേ ഇല്ല ഗോപാലിനേട്ടാ. അത് കത്തിയില്ല ഷാജൻ ഏട്ടാ. അവിടെ നല്ല ചൂടാണ് രാജേഷ് ഏട്ടാ. സൂപ്പർ, വെരി നൈസ്, താങ്ക് യു. എന്താ മോളെ സുഖാണോ? സുഖമായിരിക്കുന്നു. ഞാൻ വന്നിട്ട് ആനിവേഴ്സറി ആയില്ലേടാ. ആനിവേഴ്സറി ആയില്ലേ? ഇങ്ങനെ ഇതില് വന്നിട്ട് ആനിവേഴ്സറി ഇല്ല ഇതില്. ഇതെപ്പോഴും ന്യൂ, പുതിയതായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സരവണകുമാർ ഗുഡ് മണി മാരൻ യുവർ சொல்லுங்க ഫസ്റ്റ് അന്തന എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഗഫൂർ ഹായ് ഗഫൂർ ബ്രോ. ചോക്ലേറ്റ് ഷാർജ, നോർമൽ ഷാർജ, അവിൽ മിൽക്ക്, സ്പെഷ്യൽ കോക്കിൽ ഷേക്ക. അതൊന്നും എനിക്ക് വേണ്ട, ഈ വായിക്കൊള്ളാത്ത പേരൊന്നും എനിക്ക് വേണ്ട കേട്ടാ. വിടി, എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് അടിക്കേ മതി. ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടം, എല്ലാ ജ്യൂസിനും കട്ട്. പിന്നെ അത് കഴിഞ്ഞ ആപ്പിള്, അത് കഴിഞ്ഞാൽ വാട്ടർ മിലൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്തിരിങ്ങ. സെന്തിൽകുമാർ ഐ ലവ് യുടാ. ഓക്കെ സെന്തിൽകുമാർ. അജേഷ് ആയില്യം ഹായ്. എവിടെ? വീട്ടിലാണ് കേട്ടാ. രവി ഫുഡ് കഴിച്ചോ? ഗുഡ് ആഫ്റ്റർനൂൺ. സുധുരാമൻ നിന്നെ കാണാൻ എന്നെ കുള്ളം ചാണ്ടിന്നില്ലേ? കള്ളെന്നാണ് എന്താ പറയണത്? ഓറഞ്ച് ജ്യൂസ് ഒരു ദിവസം ഒരു ചാക്ക് പോകും. അതന്നെ പറയണത്. ഓറഞ്ച് ജ്യൂസ് വേറെ ലെവലാ. അന്നെ മൊറിയിൽ ഞാന് സ്പോൺസർ ചെയ്തതാണെന്ന് പറയൂ, എല്ലാവരും അറിയട്ടെ. ഏത് റീൽസ് ആണെന്ന്? ഏതാണ്? കുക്കു കുയിലാണോ? മണ്ടൻ. ഞാൻ ഒന്നും മനസ്സിലാകുന്നില്ല. പോട്ടെ. ഹായ് ദിനു, നമസ്കാരം. കോയമ്പത്തൂർ നല്ല ചൂടാണ് അനിത. കേരളത്തിൽ നല്ല ചൂടാണ്, ഇവിടെയും നല്ല ചൂടാണ് കേട്ടാ. എന്താ പറയുന്നത്? പിരികം ഇനി ബ്ലാക്ക് ചെയ്യണ്ട, തലവേദന വരും. ബ്ലാക്കാ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. കണ്ടോ, കൺമൈ എഴുതില്ല, പൊട്ട് വെച്ചിട്ടുണ്ട്, ചന്ദനം ഇട്ടിട്ടുണ്ട്, പൗഡർ പോലും ഇട്ടിട്ടില്ല. ഇത് ഞാൻ എത്ര വശയുണ്ടായിരുന്നു പറയുന്നത്. പുരുകൻ ത്രെഡ് ചെയ്ത് ഞാൻ ഒരു 10 വർഷം ഉണ്ടാകും ഫ്രണ്ട്സ്, 10 വർഷം. ഇതാണ് ക്യാമറ ഓൺ ചെയ്തു, ഫിൽറ്റർ ഇല്ല, അങ്ങനെ. ഇതാണ് ഭ്രാന്താണെന്ന് തോന്നണത് പറയും ഇപ്പൊ. നമ്മൾ രാധേട്ട എവിടെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ പേര് അയച്ചോളൂ. ജോയ് മോനോട്ടാ. മലയാളം തെരിയുമാ? മലയാളിയാണല്ലോ ഞാന് അജിഷേട്ടാ. നല്ല ചോദ്യം. രമേശ് കൃഷ്ണൻ തമിഴ്നാട്.
പുതുക്കോട്ടെ രാമകൃഷ്ണൻ. ഓക്കെ. പൊങ്കൽ பொங்கல் பசங்க நல்லா இருக்கிறீங்களா? ജ്യൂസ് കുടിച്ചാൽ ചന്തം കൂടി വരും തന്നെ സുരേഷ് ഏട്ടാ. ഇപ്പോഴേക്ക് അതിനുള്ള വകുപ്പില്ല ഏട്ടാ. സുന്ദരിക്കുട്ടി ഐ ലവ് യു. ഇജ്ജ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ആർക്ക് കൊടുക്കുക? സുന്ദരിയാകുമല്ലോ. ജ്യൂസ് ഒന്നും വാങ്ങിച്ചു തരില്ലേ? ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരാം. രാധേട്ടനാ? എനിക്ക് വേണ്ട നാരങ്ങ ജ്യൂസൊന്നും. അല്ല പിന്നെ തമിഴ് സോങ്ങും പാടുങ്ങമ്മ. അതിനെന്താ ഗൗരവത്തിൽ 2 വാക്ക് പറയോ? ഗൗരവത്തിലാ? ഇല്ല ഏട്ടാ, ഗൗരവം വരുമോ ഇല്ല. കുറേ റീൽസ് ഞാൻ ഗൗരവത്തിൻ്റെ റീൽസൊക്കെ വന്നിരുന്നു, ട്രൈ ചെയ്തു, നടക്കുന്നില്ല. നമുക്കിങ്ങനെ കുറച്ച് സങ്കടവും വരുമോന്നും അറിയില്ല. കരച്ചിലൊന്നും വരില്ല, കരച്ചിൽ തീരെ വരില്ല കേട്ടോളെ. കണ്ണീരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വല്ല കഷ്ടമാണ്. ഇതാ ഞാൻ ഉറങ്ങാൻ പോവുക. ഉറങ്ങരുത്, ഇരുന്നോളെ, അവിടെ തന്നെ ഇരുന്നോളെ. ഇന്നെന്താ പിറന്നാളാണോ ചെന്ന്? ഇല്ല രമേശനേട്ടാ, ഇല്ല, ഇന്ന് പിറന്നാളൊന്നും അല്ല കേട്ടോ, വന്നോന്ന് മാത്രം. പാട്ട് എഴുതി വെടിയേട്ടാ വിനീഷേട്ടാ. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ശരിയല്ല കേട്ടോ. പാട്ട് എഴുതി വിടി, ചൂടെടുത്തിട്ട് വയ്യ. എസ് കെ കുമാർ. തമിഴ് പാട്ട് പാടலாம் 2 ലൈൻ എഴുതി വിടുங்க രാജേഷ് പ്ലീസ്. ഞാൻ പാടുறേ. മണി പോയോ? മണി പാട്ട് എഴുതി വിടും. മണി மணக்கும் மல்லிகை மஞ்சத்தில் இருக்கும் കണക്ക് പണ്ണങ്ങൾ കണ്ണി പൊണ്ണിരിക്കും മാമ. ഒറ്റയ്ക്ക് ഇരിക്കുന്ന കരയാറുണ്ടോ? പിന്നെ ഒരുപാട്. ഹായ് അക്ക. അമ്മ വിളിക്കുമ്പോൾ മാത്രമേ കരയാറുള്ളൂ. അമ്മ വിളിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കരയുന്നുണ്ട്. ലൈവിലേക്ക് കരച്ചിൽ വരില്ല, കാരണം കരയാനുള്ള ഒരു ഇതൊന്നും എനിക്ക് അങ്ങനെ തന്നിട്ടില്ല. നല്ല സപ്പോർട്ടായിട്ട് നല്ല കോമഡി ആയിട്ട് ഒക്കെ പോണ നല്ല അടിപൊളി ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഇതുവരെ കരയിപ്പിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിൽ വള ഇടാറില്ല. ഇല്ല ചേട്ടാ, വള ഇടാൻ ഇഷ്ടമല്ല. ബ്രേസ്ലെറ്റ് ആണെങ്കിൽ ഓക്കെ, ഒരു കൈ നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട് പണി തുടങ്ങണ്ടേ? എപ്പോഴൊന്ന് അറിയിക്കോ? ശരിയാട്ടാ. എന്ന മനസ്സ് என்ன மானமுள்ள பொண்ணு എന്ന് മറുതയില കേട്ടാക, മണ്ണാർകുടിയിൽ കേട്ടാക, அந்த മായവരത്തു കേട്ടാക, കേട്ടാക, ശ്രീസാനത്തോട് வந்து சீமையில கேட்டாக, அந்த സിംഗപ്പൂരിൽ കേട്ടാങ്ക, നമ്മ ചിന്ന. എനിക്ക് വയ്യ, ഇന്നോ കഷ്ടപ്പെട്ട് പഠിக்கிறേ. നീ ഫുൾ സോങ് എഴുതി വിട്ടിരിക്കുന്നേ. നീ மச்சான் கொண்ட மூடி அழகு பார்த்து கோயம்புத்தூரில கேட்டாங்க. அது வரைக்கும் பாடா ஒரு லைனு படிச்சு வச்சிருக்கிறாங்க, அவ்வளோதான். ജയേട്ടൻ എന്താ പറയുക നോക്കട്ടെ. അമ്മ വിളിക്കുമ്പോൾ മാത്രം കരയും. അതൊക്കെ കള്ളക്കണ്ണീരാണ് ബിനി. എന്താ ഏട്ടാ അങ്ങനെ പറയണത്? എവിടെ കരഞ്ഞു ഞാൻ കരഞ്ഞത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെ കരഞ്ഞു പറയും? ഞാൻ കരയില്ല എന്ന് കണ്ടല്ല, കരച്ചില് വരുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു മൂക്കുത്തി ഇട്ടാൽ സൂപ്പറാവും. കരച്ചിൽ വരുമ്പോ കരയും, കരച്ചിൽ വന്നിട്ടില്ല ഇതുവരെയ്ക്ക്.
അല്ലാണ്ട് തനിയായിരിക്കുമ്പോൾ വിഷമം വരുമ്പോൾ കരയുന്നല്ലാതെ ലൈവിൽ വന്നിട്ടൊന്നും എനിക്ക് കരയണം. കരച്ചിലായിട്ട് എന്ത് പറയുന്നു? എന്തിനാ കരയുന്നേ? ചിരിക്കാനല്ലേ നമ്മൾ ഈ ലൈവ് ഇട്ടിരിക്കുന്നത്. ലൈവ് പറയണത് ഒരു നേരം പോക്ക് ലൈവാണ്. ഇവിടെ വന്ന് അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് ഞാൻ കരയില്ല. മെസ്സേജ് എല്ലാം കാണുന്നില്ല അനിതാ. അതെല്ലേ, ഓക്കെ. ഭരതു വെറുതെ കൊള്ളായി വെറുതെ കോമാളിയാക്കുന്നു. ആരെ ആക്കുന്നു? നമ്മളൊരു കടയ്ക്ക് പോയി നേരം പോക്കിനൊരൊക്കെ പോയി വർത്താനം പറഞ്ഞ അതന്നെയാണ് കേട്ടോ. വേറെ ഒന്നും കേട്ടോ ലൈവില്. അതിനെ ഒന്നും കരയിപ്പിക്കണം. എന്തിനാണ് ഗോപാലേട്ട എന്നെ കരയിപ്പിക്കണം എന്ന് പറയുന്നത്? പാവമല്ലേ, ഞാൻ ജീവിച്ചു പോക്കോട്ടെ. ഈ 1 മണിക്കൂറെങ്കിലും ഞാൻ കരയാതെ കുറച്ച് സന്തോഷത്തോടെ പോട്ടെ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ എന്താണ് പാട്ട് അല്ലേ? ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചോട്ടിലാണോ? മുറ്റത്തെ ചക്കര മാവിൻ അല്ല തോന്നുന്നു, പാട്ട് മാറിപ്പോയി. ഫുള്ളായിട്ട് എഴുതി. വെറുതെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് ഉറങ്ങാൻ പോവാണ്. ചൂടാണ്. ഓക്കെ ഏട്ടാ, ഉറങ്ങിയേട്ടാ. പെൺകുട്ടി ആരോ എന്താ പടുത്തു എന്തോ പറയുന്നു. ഇപ്പോഴത്തെ മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തൊക്കെയോ എനിക്ക് ഇത് സ്റ്റെക്കാകല്ല. ഒന്നമർത്തുമ്പോൾ ഒന്ന് മേലേക്കും താഴത്തേക്കൊക്കെ പോണു. വീര സ്റ്റാർട്ടിങ്. അമ്പിളി എവിടെ? പിന്നെ വിളിച്ചോ തിരക്കിയോ എന്ന് പറയണം. പറയട്ടാ. രവിരാജ് മുറ്റത്തെ ചക്കര മാവിൻ ചോട്ടിൽ. മുറ്റത്തെ ചക്കര എവിടെ ഒരു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിലാണോ? സിജുവേട്ടൻ വല്ലാണ്ട് ചിരിക്കുന്നു. ഊണ് കഴിച്ചോ കരീമേട്ടാ? കഴിച്ചു കേട്ടാ. കഴിച്ചിട്ടാ വന്നത്. ഷിജോടൻ ചിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ കുട്ടി നല്ലൊരു പ്രണയഗാനം പാടിക്കോ ജോസഫേട്ടാ. അതെ, ചിരിയും കരച്ചിലും ഒക്കെ വേണം, എന്നാലേ ജീവിതമാവുകയുള്ളൂ അനിത. അതെ ഇത് വല്ലാത്തൊരു കരച്ചിലാണ്. ജയൻ ഗോപി ഏട്ടാ. ദിലീപേട്ടൻ ഡാനുക്കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോ ഇജ് കരഞ്ഞില്ലേ എന്ന്? കരഞ്ഞില്ല ഏട്ടാ. മുഖത്ത് നോക്കി പറയുന്നു കരഞ്ഞില്ല ഏട്ടാ. ഞാൻ ലൈവിൽ കരഞ്ഞിട്ടില്ല. അന്നമ്മോ ബ്രേസ്ലെറ്റ് ആഗ്രഹം ഒക്കെ മാറ്റി വെച്ചോളൂ. 1 പവന്റെ വില എന്താണെന്ന് അറിയാമോ? 48,600 രൂപയാണ്. അതുകൊണ്ട് ആ ആഗ്രഹം ഇനി നടക്കില്ല. അങ്ങനെ പറയരുത് കേട്ടാ. അങ്ങനെ പറയാൻ പാടുമോ? നടക്കും. 1 ബ്രേസ്ലെറ്റ് അല്ലേ? നടക്കും. 1 പവനല്ലേ? അതൊക്കെ നടക്കും. നടക്കില്ല എന്ന് പറയാൻ പാടില്ല. നടക്കും. ഇപ്പല്ല, കുറച്ച് സമയം എടുക്കും. എന്നാലും ഞാൻ ചാകുന്നതിന് മുമ്പ് അതൊക്കെ സാധിച്ചെടുക്കും. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന ചക്കര മാവിൻ ചുവട്ടിൽ. ഷാജേട്ടാ അടിപൊളി. അതെ. திவா கண்ணன் மணி நான் கேட்டேன்ல. நோ சொல்லுங்க. அதான் என்ன சொல்றீங்க? FLAT എന്താണ്? എന്തത്? എന്താ പറയുന്നത്? കേട്ടെന്നുങ്ങളാ നോ சொல்றீங்களே. ഹായ് വിനീഷ്. നമസ്കാരം. ഷിബു ഏട്ടൻ. ഷിബു എന്നാണ്. 48 പിണക്കം എന്നോടെന്തിനി പിണക്കം? എന്തിനാണ് എന്നോട് പരിഭവം? അനിത ലൈവിൽ എനിക്ക് പാടാൻ പറ്റില്ലല്ലോ. അതെ, അത് ശരിയാ രവേട്ടാ. പാടാൻ അറിയില്ല, പാടാൻ പറ്റില്ല.
ഇല്ലെങ്കിൽ ഏട്ടൻ നന്നായി പാടിയാനാണ്, അത് മനസ്സിലായി. കരയണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ കൂടിക്കാനില്ലേ. ഞാൻ വയ്യ ഏട്ടാ, കരയാനുള്ളതൊന്നും വയ്യ. റാമു രവി തമിഴ്. അപ്പോൾ ഞാൻ കണ്ടത് അപ്പോൾ വെറും എന്താണ് നിത്യോ ആണോടാ, നിത്യോ എന്ന് പറഞ്ഞെന്താ നീയും ഇനിയും കഴിഞ്ഞില്ലേ. ഹലോ എന്താ സൗഖ്യമാ? ഹായ് JP ഏട്ടാ, ഇന്നലെ ഒന്നും വന്നില്ല, മിനിഞ്ഞാന്നും വന്നില്ല. സാരി സൂപ്പർ. ലൈവിൽ അന്നമ്മയ്ക്ക് കണ്ണുനീർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഓർമ്മയുണ്ടോ? അതിന് കരച്ചില്ലെന്ന് പറയും. ഇല്ല ഇല്ല, കരച്ചിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയണം, അതാണ് കരച്ചിൽ. സങ്കടം വന്ന് വിഷമം വന്ന് ഒരു കരച്ചിലുണ്ട്, അതിനെയാണ് കരച്ചിലെന്ന് പറയണത്. ഞാൻ ചിലപ്പോൾ ആനന്ദ കണ്ണീരൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, അതിനെയൊക്കെ കരച്ചിലൊക്കെ പറയാമോ? JP ഏട്ടാ സുഖമല്ലേ? എനിക്ക് സുഖമാണ്. എന്നമ്മാ കണ്ണ് സൗഖ്യമാ? ആമമ്മാ കണ്ണ് സൗഖ്യന്താ. അപ്പോൾ ഞാൻ കണ്ടതപ്പോൾ വെറും നിത്യമാണോടാ, അറിയില്ല എന്താ പറയണ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് പിണക്കമാണോ? പിന്നെ JP ഏട്ടൻ വന്നേ ഇല്ലല്ലോ. ഇന്നലെ രാത്രി എത്ര വിളിച്ചിരുന്നു, എത്ര അന്വേഷിച്ചിരുന്നു ഞാൻ ലൈവില്. ഗുഡ് നൈറ്റ് ദിലീപ്. ഞാൻ വരുമ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് ഏട്ടാ, നോക്കട്ടെ നമ്മുടെ സാഹചര്യം എങ്ങനെയെന്ന്. കാണാൻ ആഗ്രഹമുണ്ട്. നാളെയാണല്ലേ വരുന്നു പറയണേ. പ്രവീൺ കുമാർ ദിലീപ് ഗുഡ് നൈറ്റ്. പിന്നെ അനിത, എല്ലാവരും ഇത് ഏറ്റെടുത്തുവോ? അനിത, എല്ലാവരും ഇത് ഏറ്റെടുത്തുവോ എന്താ പറയുന്നത്? യു സ്പീച്ച് പെർഫോമൻസ് മൈ ക്യൂട്ട് ഡാർലിംഗ്. ശരി കൂട്ടിട്ട് ഹായ് തങ്ങ. തണ്ണി വിടുമാ, വെള്ളം വേണം വേണ്ടി അവൻ കറിയുന്നത്. എടുത്തരവാ, അതെന്തിനാ കരച്ചല്? എടുത്താ എന്താ നിക്ക്. നല്ല ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ എഴുതണം എന്നല്ല, അതാണ് വായിക്കാൻ കിട്ടാത്തത്. ഞാൻ ബിസി ആയിരുന്നു. ഞാനിപ്പോൾ വന്നത് നിന്നെ കാണാൻ. ഓക്കെ ഏട്ടാ, ഇത് മതി. വാട്ട് ഐ വിൽ ടെൽ യു. என்ன சொல்றீங்க? ഇനി വേണമാ? ഓ, വെയിലത്ത് പോയിട്ട് വന്നിട്ടേ കുട്ടികൾക്ക് വെള്ളം വേണത്ര. എന്താ പുന്നരക്കാട്ടിലെ പൂവാനത്തിൽ കൊണ്ടുപോകാം, ഞാൻ നിന്നെ കൊണ്ടുപോകാം. എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും. കാക്കക്കറുമ്പി കള്ളക്കറുമ്പൻ പാട്ട്. ഏത് പാട്ടാണത് കേട്ടാ? കൊണ്ടുപോകാം പൊന്നു. അതിനെന്തിനാ ദേഷ്യം? എന്തൊക്കെ വന്നു. ബാക്ക്. ആർക്കാ ദേഷ്യം വന്നത് ഈ പാട്ട് അയച്ചതിന്? നോക്കട്ടെ. ജയേട്ടനാ? ജയേട്ടന് പാട്ട് അയച്ചോട്ട് ജയേട്ടനെന്ത് ദേഷ്യം വരുന്നേ? ഇജ്ജ് വരുന്നോടാ അനിക്കുട്ടി? ഇജ്ജ് വരുന്നോടാ? ഞാൻ വരുന്നു കേട്ടാ. നീ എന്തിനാ സൗണ്ട് ഉണ്ടാക്കും? ഞാൻ ലൈവ് ഇട്ടിരിക്കുകയാണ്. ശരി വിട്. നാളെ അല്ല, ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം. ഓക്കെ ഏട്ടാ. പുന്നരക്കാട്ടിലെ പോവാനും കൊണ്ടുപോകാം, ഞാൻ നിന്നെ കൊണ്ടുപോകാം, എന്നെ കൊണ്ടുപോകാം. നാളെ അല്ല, ഈ ആഴ്ച ഏതെങ്കിലും ദിവസം. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തേക്ക്. யாரு? ഞാൻ ലൈവ് போட்டிருக்கிறேன். ഞാൻ ലൈവ് போட்டிருக்கேன். அப்புறம் ஆட்டோ உடச்சிட்டோமா, வாய் பிடிச்சி வந்துடுறோம்.
ഹിമാല അമ്പിളിയുടെ അടുത്ത് കോവിഡ് വീട് വീടേട്ടാ ഗോകുൽദാസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ജെ പി ഏട്ടാ ഉണ്ട്. അവനൊരു ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടിക്ക്, അതായത് വലിയ കുട്ടി ഉടച്ചു. അവന് ഗോഡ് ബ്ലെസ് യു ഒരു ഷോ. എനിക്ക് തെരിയും പ്രവീൺ കുമാർ. അജയ് കുമാർ ഹായ്. വല്ലാതെ ചൂട്ടെടുക്കുന്നു. ഗോവിന്ദ് ഹായ് ഡിയർ. സരിസപ്പ താങ്ക് യു. ஒரு ஹாய் சொல்லுங்க. பாலமுரளி ஹாய். ஹாய் சொல்றீங்க. ஹாய் பண்ணாலும் நான் ஹாய் பண்ணுவேன். എന്നിട്ട് എന്താണ് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ? എന്താണ്? നല്ല ഇത് സ്വരം ആരുടെയാണ്? എങ്കയിലില്ല. அப்ப சொன்ன எங்க கையில இல்ல, அங்க இருக்குதா? அங்க இருக்கு, மேல இருக்கு. Daily different face look Anita dear darling. പിന്നെ എங்க இருக்குதோ? ஐயோ உங்களை வச்சு அண்ணம்மா நமக்கு கொட்டேக்கா. നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇപ്പൊ ഈ കമന്റ് ഞാൻ പഠിക്കുന്നില്ല, ഇവിടെ മലയാളം അറിയും എന്താ, അതുകൊണ്ട് എനിക്ക് എന്താ മിസ്റ്റേക്ക് ആയതുപോലെ തോന്നുന്നു. ഞാൻ പോവുക. ഒരു മിസ്റ്റേക്കും ഇല്ല, മിണ്ടാതിരിക്കുക കേട്ടാ ജയേട്ടാ. ഇവിടെ ഇപ്പോൾ ഒരു ബഹളമാണ്, ഓട്ടോ ഓടിച്ചോന്ന് പറഞ്ഞിട്ട് അവനെ തപ്പി പോയിരിക്കുകയാണ്. ഞാൻ അവനെ കയ്യിൽ കിട്ടിയ എത്ര തന്നെ. ജയേട്ടാ ഒന്നും കുഴപ്പമില്ല കേട്ടോ. സ്വാമിനാഥ് ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ ഡാർലിംഗ്. കണ്ണൻ വാട്ട് ആർ ഡൂയിങ് ഡാർലിംഗ്? നത്തിങ്, ലൈവ് ഫോട്ടോയ്ക്കനെ.
കൊടുക്കുമെങ്കിൽ ഞാൻ എടുത്തു കൊള്ളാം. എന്താ ഫുഡ് കഴിച്ചോ? കഴിച്ചു കേട്ടാ. ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നിരിക്കണം. എന്റെ കയ്യിൽ മുത്തമ്മ, ഇങ്ങനൊരു പാട്ടില്ലേ? എന്റെ കയ്യിൽ മുത്തമ്മ കേട്ടോ. അങ്ങനെട്ടാ തോന്നുന്നതാ. അതെന്താണെന്ന് ചോദിക്കും. ചെയ്തു കേട്ടാ, സാജനേട്ടാ ചെയ്തു. നമ്മളെ മുത്തുമണി ഇന്ന് സാരിയിൽ പൊളിച്ചു. താങ്ക് യു ഷമീറേട്ടാ. മലയാളം തമിഴ് ലൈവ് ഞാൻ 2 പേരിനെ ബ്ലോക്ക് ചെയ്തു സാജനേട്ടാ. ഇപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. കാല് വേദന, കാല് അവിടെ തട്ടിയത് ഭയങ്കര വേദനയുണ്ട്. എന്നെ എന്നെ എന്താ പറയുന്നത്, സാരിയിൽ വന്നല്ലോ. സൂപ്പർ. താങ്ക് യു ചേപ്പി ഏട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ. ഇന്ന് എന്താണ് സ്പെഷ്യൽ? എന്താണ് ഞായറാഴ്ചയായിട്ട്? ജന്തു കണ്ടു പേടിച്ചത് നോക്കുന്ന പോലെ കുട്ടി. എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയില്, ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയില. I am gift iPhone send for you. Sir? Hello? Raj RK super sari. Rajesh TVM. വായിക്കില്ല കേട്ടാ സാജനേട്ടാ. എന്നാ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? നേരെ രാധേട്ടൊന്നൊരു കാര്യം. രാധേട്ടാ പറഞ്ഞ കാര്യമില്ല. ഇത് ബുദ്ധിമതിയാ. എന്ത് കൊള്ളാൻ വയ്യ. അതെ ഞാൻ ജയേട്ടാ കൊള്ളാൻ വയ്യാത്തോണ്ടാ. ശിവ സൂപ്പർ സാരി. താങ്ക് യു ഗോപി. സൂപ്പർ സ്റ്റൈൽ. താങ്ക് യു. നിങ്ങൾ ഫോട്ടോ മാറി എന്താ ചെയ്യാ? എന്ത് ചെയ്യാന്ന്? ബുദ്ധിമതിയാ. സുരേഷ് ഏട്ടാ നമസ്കാരം ഏട്ടാ. സുഖായിരിക്കുന്നു. ക്യൂട്ട് സാരി, ക്യൂട്ട് സ്മൈൽ, പെർഫോമൻസ്. താങ്ക് യു ബാലമുരളി. സാപ്പിട്ടാ
സാഫ്റ്റ്. ഞാൻ മലയാളിയാണ് കേട്ടാ, മലയാളത്തിൽ പറയേട്ടാ. പ്രദീപനേട്ടാ ഞാൻ മലയാളിയാണ്. ശിവരാജ് കേക്ക് തരുന്നു. 3 പീസേ ഉള്ളൂ, 5 പീസ് വേണം. മണി അരസു കറുപ്പൻ. ഇന്നലെ രാത്രി ലൈവ് നിർത്തിക്കാൻ താല്പര്യം. ഞാൻ അവരോട് ഒരു ഫോട്ടോ ഇട്ട് പറഞ്ഞ് എന്താ ഫോട്ടോസും കൊടുക്കാം. താൽക്കുട്ടി അല്ലാത്തൊരു ലൈവായി പോയി. വെള്ളമുണ്ടോ? വെള്ളമില്ല. രാമസ്വാമി നിങ്ങൾ ഒഴിവ് സമയത്ത് പുറത്തൊന്നും പോകുന്നില്ലേ? ഇല്ല കേട്ടോ, ഉള്ളിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ. ഇതെന്ത് ചെയ്യണം? സുഖമായിരിക്കുന്നു വസന്തൻ ഏട്ടാ. ശിവരാത്രി അടുത്ത രാജ് നിങ്ങളെ ഫോട്ടോ DP വെച്ചിരുന്ന അത് മാതിരി. രാജ് ഓക്കെ. ജീവ ഈശ്വരൻ ശക്തി ഹായ്. ജീവ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ തരാം. ആരാണ് ചോദിച്ചത്? നമ്മുടെ ജയേട്ടൻ ചോദിച്ചത് ആണ്. വിജയ പറഞ്ഞോടാ. അതേട്ടൻ തലേ കുട്ടികൾ സുഖമായിരിക്കുന്നു. കേട്ടാ. ശിവ ഹായ്. കൊട്ടേഷൻ കൊടുക്കണം. ഇന്ന് നല്ല സുന്ദരിയായിരിക്കുന്നു. പ്രദീപനേട്ടാ താങ്ക് യു കേട്ടാ. താമസിക്കാനാണ് യോഗമെന്ന് തോന്നുന്നത്. കുട്ടിപ്പയ്യൻ എന്ത് ചെയ്തു? രാജ് വിളയാണ്ടിരിക്കുறாங்க. You face my tension relieve my mental relax. Okay. ഇല്ല ടെൻഷൻ ഒന്നുമില്ല. കൂളാണ്. ഇത് എനിക്ക് തന്നാൽ മതി. കൊട്ടേഷൻ ഞാൻ ഏറ്റവും ശരി കേട്ടോ. സൺഡേ സ്പെഷ്യൽ ആണ്. വെജിറ്റേറിയൻ എന്താണ്? നോണൊന്നും ഇല്ല. ഇജ്ജ് ഫുഡ് കഴിച്ചോളാ? കഴിച്ചു കേട്ടാ, കഴിച്ചു. മറിയ மஞ்சு அப்படிங்களா? ஆறுமுகம் உங்கள் ஸ்மைலுக்கு 6 month பேபி crying summer feeling. എന്ത് വിശേഷം? നല്ല വിശേഷം മുഴുവൻ. ഗുഡ് ഈവനിങ് ബേബി, ഗുഡ് ഈവനിങ് ഏട്ടാ. നല്ല ചൂട്, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങിയാണ് ഭയങ്കര ചൂട്. ചേട്ടാ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. കമ്മൽ നയിക്കാം, ചെറിയ കമ്മലാ. എന്താ കമ്മല് പൊട്ട് മാച്ചായിട്ട്
ചുണ്ടെന്ന് പറഞ്ഞല്ലേ. ഓ മൈ ഗോഡ്, ചൂടെന്നാണ് ഞാൻ വായിച്ചത്. എൻ്റെ വായന അല്ലാത്ത കാര്യം തന്നെ. നല്ല വിശേഷം സജിത്ത്. ക്യൂട്ട് സ്മൈൽ പെർഫോമൻസ്. 6 month ബേബി ഗ്രാൻഡ് സമഡിയാർ. അന്നേരം മരുമകളും പേരക്കുട്ടിയും പോയി. വീണ്ടും ജോലി ഉത്തരവാദിത്വം എനിക്കായി. ഇനി മകൻ വന്നിട്ട് മരുമകൾ വരികയുള്ളൂ. ആണല്ലേ, കിട്ടവേ പഠിക്കാവേ. ലോക്ക് ചെയ്തിട്ട് ഡാ ഇവന് എടുത്തുക്കടാ. ബ്ലോക്ക് എടുത്ത് കളഞ്ഞു കേട്ടോ, എടുത്ത് കളഞ്ഞു. കനിയപ്പൻ, രതീഷ്, സാരി ടു കണ്ടിൻ. ഓക്കെ സൂപ്പർ. കാർത്തികേയൻ ഓക്കെ ചൂട്ടെടുക്കുന്നുണ്ട്. മൂർത്തി സൂപ്പർ. അവിടെ നല്ല ചൂടുണ്ട്. ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ. എന്താ ഓക്കെ രാത്രി പാക്കലാം. ഓക്കെ രവിയേട്ടാ, രാത്രി വരിട്ടോളൂ, മറക്കാതെ വരി. പാട്ടൊക്കെ എഴുതിയിട്ട് വരി, പാട്ടൊക്കെ പഠിച്ച്. വേറെ കാര്യമില്ല. ഇന്ന് സൺഡേ ആയിട്ട് പുറത്തൊന്നും പോയില്ലല്ലോ. ദിവസം ഉണ്ടൊന്ന് ചുറ്റുമൊക്കെ പോയിക്കൂടെ അല്ലേ? അതൊന്നും പോവില്ല കേട്ടോ, ചുമ്മാ. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച 4-5 വർഷമായി. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കൂട്ടിലിട്ട് കിളി മാതിരിയാണ് കറങ്ങാൻ പോകുന്നത്. ഒന്നും പറയണ്ട. സാരി സൂപ്പർ. ഹരിത ഹായ് ബേബി. ജീവ ഡ്രസ് സൂപ്പർ. ഹായ് കമൽ വിജയ കേട്ടാ. അതായിട്ട് ഇജ്ജി പിന്നെ അമ്പിളിയുടെ വീട്ടിൽ പോകുമ്പോൾ എന്നെ വിളിക്കണേ, ഇവിടെ തണുപ്പാണ്. ഓക്കെ ഏട്ടാ, വിളിക്കേട്ടാ. ഇവിടെ ചൂട്. ബാലമുരളി ക്യൂട്ട് സ്മൈൽ പെർഫോമൻസ്. 6 month பேபி க்ரைம் ஸ்மைல் ஃபீலிங். என்ன சொல்கிறாங்க எனக்கு புரியவே இல்லைங்க. சும்மா இங்கிலீஷில் அப்படியே படிக்கிறாங்க, அதில் மீனிங் என்னன்னு புரியல எனக்கு. ശരി എന്നാൽ പോട്ടെ, ഞാൻ വരുമ്പോൾ പോകാം. കറങ്ങാണ്ടാലും കുട്ടി. ഓക്കെ ഏട്ടാ, ശരി ഏട്ടാ. മലമ്പുഴ കണ്ട് 10 വർഷമായി തോന്നുന്നു. 10-12 വർഷമാവും മലമ്പുഴ കണ്ടിട്ട്. നമ്മുടെ പാലക്കാട് കണ്ടിട്ട് ഞാൻ കൃത്യം 2019 കണ്ടത്. 2019 ഡിസംബർ 16 എങ്ങാണ്ട് കണ്ടത്. ഇല്ലല്ല 19 2019, 2020, 2021, 22, 23, 24. 5 വർഷമായി തോന്നുന്നു കേട്ടോ. കൃത്യം 5 വർഷമായി. നമ്മുടെ അമ്പലി ടീച്ചർ വിവരമൊന്നുമില്ല, ഇന്ന് വരാഞ്ഞത് നന്നായി. ടീച്ചർ അനതയുടെ മാതിരി പേടിയൊന്നുമില്ലാത്ത ആളാണ്. ഒരു ചെവിക്കട കോട്ടം, മറ്റേ ചെവിയിൽ കൂടെ അതാണ് ധൈര്യം. എന്താ പറയണ എനിക്ക് മനസ്സിലായില്ല. ഇല്ലാത്ത ആളാണ്. ഒരു ചെവിക്കട കേട്ടോ, ചെവിയിൽ കൂടെ ഇടുമെന്നില്ല പറഞ്ഞത്. അതാണ് ധൈര്യം. ഒരു ചെവി കൂടെ കേട്ടോ, ഒരു ചെവി കൂടെ വിടുന്ന. എല്ലാവരും ഒരേമാതിരി അല്ലല്ലോ കേട്ടോ. രാജൻ അറിയോ ഇന്ന് ലൈവ് ഉണ്ടാവും. എങ്ങോട്ട് കൊണ്ടുപോകില്ല അല്ലേ? അങ്ങോട്ടും കൊണ്ടുപോകില്ല കേട്ടാ. വേണമെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുപോകും. തൂക്കണ്ടേ?
പർച്ചേസിങ് ചെയ്യാൻ പോകുമ്പോൾ കൂട്ടിയിട്ട് പോകും. തൂക്കണം, അതുകൊണ്ട് എന്നെ കൂട്ടിയിട്ട് പോകും. തൂക്കിയിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അതിന് താഴ്ന്ന് തൂക്കിയിട്ട് മുകളിൽ കൊണ്ടുവരാനുള്ള അവസ്ഥയുണ്ടല്ലോ. കുറേ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കേട്ടോ, കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടെ കാണാൻ പോകും, ഒരു ദിവസം. ഓക്കെ കേട്ടോ, പോവാട്ടോ. അവിടെ ഇരുന്നിട്ട് പക്ഷെ ഡോർ ഓപ്പൺ ചെയ്തിരിക്കണം, അതുകൊണ്ടാണ് മെല്ലെ സംസാരിക്കുന്നത്. ലിറ്റി നോക്കാം. സോ അപ്പോൾ ശരി, എന്നാൽ പോട്ടെ, വൈകുന്നേരത്ത് കാണാം ഫ്രണ്ട്സ്. സാരിയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, റീൽസൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇല്ല, എന്താ റീൽസ് ചെയ്യണം? സാരി കൊടുത്തിട്ട് റീൽസൊന്നും ഇതിൽ കിട്ടും തോന്നുന്നില്ല. എന്നാലും ചെയ്യാം, മോഹൻലാലിൻ്റെ തന്നെ റീൽസ് ചെയ്യാം. യുവർ സ്മൈൽ ഈസ് നൈസ്, താങ്ക് യു രാജൻ. ശരി എന്നാ പോട്ടെ. ശരി, അപ്പോൾ വൈകുന്നേരത്ത് വരാം. ഈ കുട്ടിക്ക് പാലൊക്കെ കൊടുക്കട്ടെ. പാല് ചോദിക്കും, അത് കൊടുക്ക്. ഇപ്പം തന്നെ ഒഴിച്ചു കൊടുത്തത് കൊടുക്കടാ, കൊടുക്ക്, അവിടെ കൊണ്ടുപോയി കൊടു. ഇപ്പം തന്നെ ഒഴിച്ച് കൊടുക്കട, പോടാ. ആരെയും വെറുപ്പിക്കാതെ ഉള്ള സംസാരം കൂട്ട്. താങ്ക് യു ഏട്ടാ, സാരിക്ക് വിട്ട് താങ്ക് യു ബാലമുരളി. അപ്പം ശരി, എന്നാൽ നമുക്ക് നാളെ വൈകുന്നേരത്ത് കാണാം ചോളെ. വൈകുന്നേരം നമ്മളൊക്കൊന്ന് ശരിയാവും. ഇവിടുത്തെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ ശരിയില്ല എന്നല്ല പറയാ, അറ്റ്മോസ്ഫിയർ എന്നല്ല പറയാ ഇംഗ്ലീഷിൽ. വയ്യ, പറ്റുമെങ്കിലും ഒന്ന് വിളിക്കുക. ഇതാ ഞാൻ പറഞ്ഞത് ചെയ്യുന്നതാ കുട്ടി, ചെയ്യട്ടാ. പോട്ടെ ഫ്രണ്ട്സ്, ഇതിനകത്ത് കാണാം. പ്ലീസ് ഗിവിങ് ടൈം ടു ഫാമിലി ആൾസോ. ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഇല്ല ഏട്ടാ, ടെൻഷൻ ഒന്നുമില്ല. ഒളിഞ്ഞിരുന്നു ലൈവ്. അപ്പം ശരി, എന്നാൽ ഞാൻ വൈകുന്നേരത്ത് വരാം ഫ്രണ്ട്സ്. പറയാൻ തുടങ്ങി കുറേ നേരമായി അല്ലേ. വൈകുന്നേരത്ത് വരാം ഫ്രണ്ട്സേ. ശരി എന്നാൽ, ഇത്രയും സമയം ആയില്ലേ? 4 മണിയാവാനായി. ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് മിണ്ടാതിരിക്കട്ടെ. ഹായ് സിസ്റ്റർ, ഹായ് ഹായ്, ടാറ്റ.